ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Ddcooks&vlogs. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് വ്ളോഗ്സ് ആയിരുന്നു ഞങ്ങൾ ഇടാറ്. കുക്ക് ചെയ്യൽ കുറവായിരുന്നു. അപ്പോൾ ഞണ്ട് കിട്ടിയപ്പോൾ ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഞണ്ട് റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത്. ഞണ്ട് തലേ ദിവസം മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിലായിരുന്നു അത്. അപ്പോൾ അത് ഐസ് വിടാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് പറക്കിയിട്ടുകൊണ്ടിരിക്കുക. നല്ല വലിയ ഞണ്ടുകളായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നത് തൊടാനൊക്കെ. അപ്പോൾ അത് ഐസ് വിട്ടതിന് ശേഷം ഇത് ക്ലീൻ ആക്കാം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഐസ് വിട്ടതിന് ശേഷമാണ് കേട്ടോ ക്ലീൻ ആക്കണത്. അപ്പോൾ അതിൻ്റെ കാലുകളിൽ ഇങ്ങനെ ആ തുമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ വലിയ കാലുണ്ടാവില്ല, അതൊന്ന് പറിച്ചെടുക്കുന്നുണ്ട്. ചിലരത് അങ്ങനെ കളയൊന്നുമില്ല. അതിൻ്റെ മേലത്തെ തുണ്ട് ഭാഗം പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് മാത്രമേ കളയുള്ളൂ. അപ്പോൾ ഞാൻ അതങ്ങനെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പീസാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാട്ടെ നമുക്ക്. ഇപ്പോൾ മുഴുവൻ ഞണ്ടുകളും ക്ലീനാക്കി എടുത്തിട്ട് അപ്പോൾ കണ്ടില്ല, ഇങ്ങനെ ഓരോ പീസുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ചിലവർ അത് അങ്ങനെ തന്നെ ഇടും. അപ്പോൾ അതിന് നല്ലത് ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഇനി ഇത് നമുക്കെങ്ങനെ റോസ്റ്റ് ആക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വലുതായിരുന്നു കേട്ടോ. അതുപോലെ ഒരു 10-20 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, 3 പച്ചമുളക് ഉണ്ട്. ഇതൊക്കെ കൂടി ചതക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസുള്ള 4 സവാള എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, മീഡിയം സൈസ് വലുപ്പമുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതേപോലെ നമ്മളെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളിയൊക്കെ ഞാൻ ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇതുപോലെയാണ് കേട്ടോ ആക്കിയെടുത്തിരിക്കുന്നത്. അതുപോലെ തക്കാളി, സവാളൊക്കെ അവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാൻ അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചെയ്യുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി നമുക്ക് ഈ സവാള ഒന്ന് വഴഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സമയത്തിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വാടി കിട്ടുന്നതാണ് പറയുക. അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ സവാളയുടെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി ഒരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് എന്നിവ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്കുള്ള പൊടികളൊക്കെ അവിടെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ അതും എടുക്കാം. ഞാനിപ്പോൾ എരിവുള്ള സാധാ മുളക് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഒരു 4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മൾ അധികം പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ മാത്രമാണ് നമ്മൾ റോസ്റ്റിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഇതൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ. ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊടികളൊക്കെ ഇട്ട് ഒന്ന് വഴന്ന് വരട്ടെ. അതിൻ്റെ പൊടികളുടെ ഒരു പച്ചമണം മാറാനുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് മാറി വന്നിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലോണം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവാള വാട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഇങ്ങനെ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ ഞണ്ട്, മെയിനായിട്ടുള്ള നമ്മളെ താരെന്ന് പറയുന്ന നമ്മൾ ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ക്ലീൻ ആക്കി വെച്ച ഞണ്ട് നമ്മളെ റോസ്റ്റിൻ്റെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നല്ല ഇത് ഷെല്ല് പോലെയല്ലേ, അപ്പോൾ ഭയങ്കര ഒരു ഹാർഡായിട്ടാണ് ഇത് എടുക്കുന്നത്. കല്ല് ചട്ടിയിലിട്ടിട്ട് വറക്കണ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അതിൻ്റെ സൗണ്ട് ഞണ്ട് ഇട്ടിട്ട് ഇളക്കുമ്പോൾ. അപ്പോൾ ഞാൻ മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളത് നന്നായി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഞണ്ട് വേവാനുള്ള ഒരു വെള്ളം വേണമല്ലോ. അപ്പോൾ ഒരു 1/2 ഗ്ലാസും കൂടി ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ലോണം വറ്റി വരണം കേട്ടോ. എന്നാലാണ് നമ്മളെ ഞണ്ട് റോസ്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് കറിയാവും. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മളെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അതിലത്തെ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ ആ ഞണ്ടിൻ്റെ കാലുകളുടെ കളറൊക്കെ മാറും, അത് ചുവപ്പ് കളറാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞണ്ടിൻ്റെ കാലുകളൊക്കെ ഒരു ചുവപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ വെന്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു പാകം എന്ന് പറയുന്നത്. ഞാനത് ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടി ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളല്ലേ ഈ ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാൻ. നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ എന്നാലും ഇത് വളരെയധികം ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒട്ടും തന്നെ മടിക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുന്നത് വെച്ചെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അത് മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.